सौराष्ट्रे सोमनाथं च श्रीशैले मल्लिकार्जुनम् उज्जयिन्यां महाकालम् ओङ्कारम् अमलेश्वरम् परल्यां वैद्यनाथं च डाकिन्यां भीमशङ्करं सेतुबन्धे तु रामेशं नागेशं दारुकावने वारणस्यां तु विश्वेशं त्र्यम्बकं गौतमीतटे हिमालये तु केदारं കൃഷ്ണേശം ച ശിവാലയേ. എന്താണ് ജ്യോതിർലിംഗം? ജ്യോതിർലിംഗം എന്ന് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ എന്താണ് ജ്യോതിർലിംഗം? എവിടെയാണ് ഈ ജ്യോതിർലിംഗങ്ങൾ? ഇതൊന്നും നിങ്ങൾക്കറിയാമായിരിക്കില്ല. നമുക്ക് ജ്യോതിർലിംഗം എന്താണെന്നും എവിടെയാണ് ഈ ജ്യോതിർലിംഗങ്ങൾ കാണപ്പെടുന്നതെന്നും നോക്കാം. ജ്യോതിർലിംഗം അടിസ്ഥാനപരമായി ശിവന്റെ ഊർജം ആവാഹിച്ച ഒരു ശിവലിംഗമാണ്. സാധാരണയായി വിഷ്ണു ദേവി വിഗ്രഹങ്ങൾക്ക് നാം പൂജ ചെയ്യുന്നത് പോലെ ശിവപൂജ നടത്തുന്നത് ശിവന്റെ വിഗ്രഹങ്ങളിലല്ല, മറിച്ച് ശിവലിംഗങ്ങളിലാണ്. തൻ്റെ പൂജ ശിവലിംഗങ്ങളിൽ മാത്രമേ ചെയ്യാവൂ എന്ന് ശിവൻ ദേവന്മാരോട് പറഞ്ഞിട്ടുണ്ട്. അതിനാൽ ശിവലിംഗം പ്രതിഷ്ഠിക്കുകയും ശിവന്റെ ഊർജം അതിൽ ആവാഹിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ശിവലിംഗങ്ങളിൽ പൂജ നടത്തുന്നതിനുള്ള ഒരു നടപടിക്രമം ആരംഭിച്ചു. ഭാരതത്തിൽ ശിവലിംഗങ്ങളിൽ പൂജ നടത്തുന്ന നിരവധി ക്ഷേത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ജ്യോതിർലിംഗത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് ശിവപുരാണം മറ്റൊരു കഥ പറയുന്നു. ശിവപുരാണം അനുസരിച്ച് ഒരിക്കൽ ബ്രഹ്മാവും, അതായത് സൃഷ്ടിയുടെ ദേവൻ, വിഷ്ണുവും, അതായത് സംരക്ഷണത്തിന്റെ ദേവൻ, തങ്ങളുടെ മേൽക്കോയ്മയെ ചൊല്ലി തർക്കമുണ്ടായി. തർക്കം തീർക്കാൻ ശിവൻ 3 ലോകങ്ങളെയും തുളച്ച് ഒരു വലിയ അനന്തമായ പ്രകാശ സ്തംഭമായി ജ്യോതിർലിംഗമായി പ്രത്യക്ഷപ്പെട്ടു. ബ്രഹ്മാവിനോടും വിഷ്ണുവിനോടും പ്രകാശത്തിന്റെ തുടക്കവും അവസാനവും, അതായത് മുകളിലേക്കും താഴേക്കും കണ്ടെത്താൻ പറഞ്ഞു. ജ്യോതിർലിംഗത്തിന്റെ തുടക്കമോ അവസാനമോ കണ്ടെത്തുന്നയാളെ മറ്റേ വ്യക്തിയേക്കാൾ ശ്രേഷ്ഠനായി കണക്കാക്കുമെന്ന് ശിവൻ അവരോട് പറഞ്ഞു. പ്രകാശത്തിന്റെ അവസാനം കണ്ടെത്തിയെന്ന് ബ്രഹ്മാവ് കള്ളം പറഞ്ഞു. തെളിവായി ഒരു കേതകി പുഷ്പം കൊണ്ടുവന്നു. അതേസമയം തൻ്റെ യാത്രയിൽ നിന്ന് പ്രകാശത്തിന്റെ അവസാനം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് വിഷ്ണു സമ്മതിച്ചു. ബ്രഹ്മാവിന്റെ സത്യസന്ധതയില്ലായ്മ ശിവനെ കോപാകുലനാക്കി. സ്രഷ്ടാവായ ബ്രഹ്മദേവൻ ആരാലും ആരാധിക്കപ്പെടുകയില്ലെന്ന് ബ്രഹ്മദേവനെ ശപിച്ചു. തൻ്റെ സത്യസന്ധതയ്ക്ക് വിഷ്ണുവിനെ നിത്യമായി ആരാധിക്കുമെന്നും ശിവൻ പ്രഖ്യാപിച്ചു. അഗ്നിജ്വാലയായി ശിവൻ പ്രത്യക്ഷപ്പെട്ട സ്ഥലമായാണ് ജ്യോതിർലിംഗ പ്രതിഷ്ഠകൾ കണക്കാക്കപ്പെടുന്നത്. ജ്യോതി എന്നാൽ വെളിച്ചം അല്ലെങ്കിൽ ചൈതന്യം. അതിനാൽ ശിവശക്തിയുള്ള ശിവലിംഗം ജ്യോതിർലിംഗമാണ്. പൂജ അർപ്പിക്കുന്ന ഭക്തനും അത് ചെയ്യുന്ന ഭക്തനും ജ്യോതിർലിംഗ പൂജ ചെയ്താൽ തുല്യമായ നേട്ടം ലഭിക്കും. ഭാരതത്തിൽ നിരവധി ജ്യോതിർലിംഗങ്ങൾ ഉണ്ടെങ്കിലും പ്രസിദ്ധമായത് 12 മാത്രം. അവയാണ് ദ്വാദശ ജ്യോതിർലിംഗങ്ങൾ. ഓരോന്നും ഓരോ പ്രത്യേക കാരണങ്ങളാൽ പ്രശസ്തമാണ്. ഈ 12 ജ്യോതിർലിംഗങ്ങൾ അവയുടെ അധിഷ്ഠിത ദേവതയുടെ പേരുകളിൽ അറിയപ്പെടുന്നു. അവ ഓരോന്നും ശിവന്റെ വ്യത്യസ്ത പ്രകടമായ രൂപങ്ങളായി കണക്കാക്കപ്പെടുന്നു. ഈ 12 ജ്യോതിർലിംഗങ്ങൾ കൂടാതെ ഐശ്വര്യവും പവിത്രവുമായി കരുതപ്പെടുന്ന നിരവധി ഉപലിംഗങ്ങളുമുണ്ട്. ഇന്ത്യയിലെ പ്രശസ്തമായ 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങൾ താഴെ പറയുന്നവയാണ്. 1. ഗുജറാത്തിൽ വെരാവലിലെ സോമനാഥ ക്ഷേത്രം. 2. ആന്ധ്രാപ്രദേശിൽ ശ്രീശൈലത്തിലെ മല്ലികാർജുന ക്ഷേത്രം. 3. മധ്യപ്രദേശിൽ ഉജ്ജയിനിയിലെ മഹാകാലേശ്വർ ക്ഷേത്രം. 4. മധ്യപ്രദേശിൽ ഖാണ്ഡവയിലെ ഓംകാരേശ്വർ ക്ഷേത്രം. 5. മഹാരാഷ്ട്രയിൽ പറളിയിലെ വൈദ്യനാഥ് എന്നും പറയും ക്ഷേത്രം. 6. മഹാരാഷ്ട്രയിൽ പൂനെയിലെ ഭീമശങ്കർ ക്ഷേത്രം. 7. തമിഴ്നാട്ടിൽ രാമേശ്വരത്ത് രാമേശ്വർ ക്ഷേത്രം. 8. മഹാരാഷ്ട്രയിൽ ഹിങ്കോളിയിലെ ഔന്ദ നാഗനാഥ ക്ഷേത്രം.
എട്ടാമതായി ഗുജറാത്തിലെ ദ്വാരകയിലെ നാഗേശ്വർ ക്ഷേത്രവും പറയപ്പെടുന്നു. 9 ഉത്തർപ്രദേശിൽ വാരണാസിയിലെ വിശ്വനാഥ ക്ഷേത്രം. 10 മഹാരാഷ്ട്രയിൽ ത്രയംബകിലെ ത്രയംബകേശ്വർ ക്ഷേത്രം നാസിക്കിൽ. 11 ഉത്തരാഖണ്ഡിൽ കേദാർനാഥിലെ കേദാർനാഥ് ക്ഷേത്രം. 12 മഹാരാഷ്ട്രയിൽ ഔറംഗാബാദിലെ ഗ്രീഷ്ണേശ്വർ ക്ഷേത്രം. एतानि ज्योतिर्लिङ्गानि सायं प्रातः पठे नर सप्तजन्मकृतं पापं स्मरणेन विनश्यति. ജ്യോതിർലിംഗ ശ്ലോകം രാവിലെയും വൈകുന്നേരവും ജപിച്ചാൽ 7 ജന്മങ്ങളിലെ പാപമോചനം ലഭിക്കുമെന്നാണ് വിശ്വാസം. 2024 ജനുവരി 31 മുതൽ ഫെബ്രുവരി 7 വരെ ഞങ്ങൾ മഹാരാഷ്ട്രയിൽ ഒരു ജ്യോതിർലിംഗ ക്ഷേത്രയാത്ര നടത്തി. ആകെയുള്ള 12 ജ്യോതിർലിംഗങ്ങളിൽ മഹാരാഷ്ട്രയിലെ 5 എണ്ണം ഞങ്ങൾ സന്ദർശിച്ചു. ഞങ്ങൾ സന്ദർശിച്ച ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളുടെ വിശദാംശങ്ങളുമായി ഞാൻ നിങ്ങളിലേക്ക് മടങ്ങി വരാം.